Once again, welcome to my video blog, AjayTechTips. ഞാൻ അജയ്, നിങ്ങളെവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് വാട്സപ്പ് അവരെ ലെവലൊന്ന് മാറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കോമ്പീറ്റ് ചെയ്യേണ്ടത് ടെലിഗ്രാമായിട്ടും സിഗ്നലുമായിട്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ അവർ ഫീച്ചേഴ്സ് എന്ത് ചെയ്യും, കൂട്ടി കൊണ്ടുവരും. ഇത് വന്നിരിക്കുന്ന വാട്സപ്പിൻ്റെ ഒരു അടിപൊളി കിടുക്കാശി ഫീച്ചറാണ്. അപ്പോൾ എന്താണ് ഫീച്ചർ എന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണാൻ സ്കിപ്പ് ചെയ്യാതെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക ആൾക്കാർക്ക്. പിന്നെ ഇത് പിന്നേക്ക് വെക്കേണ്ട, ഇപ്പം തന്നെ ചെയ്തോളൂ. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. പല യൂട്യൂബേഴ്സ് അങ്ങനെ പറയാറുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ലൈക്ക് അടിക്കാം. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോവാം. അതായത് വാട്സപ്പ്, നമുക്കറിയാം വാട്സപ്പിലുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് പ്രൈവസി. ഇപ്പം നമുക്ക് ഈ അടുത്ത് റീസെൻ്റിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രൈവസീൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്നും കൂടെ ഒരു പടിയേറ്റ് പ്രൈവസി ആയിട്ട് സെൻഡ് ചെയ്യുന്ന ആൾക്ക് പ്രൈവസി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ വാട്സപ്പിൽ നമ്മളൊരാൾക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുക, ഇതിൽ മെസ്സേജ് ടെക്സ്റ്റ് അല്ല കേട്ടോ, നമ്മുടെ ഫോട്ടോയും വീഡിയോയും, നമ്മുടെ ഗാലറിയിൽ നിന്ന് അതിന് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയും വീഡിയോയും നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ C1s എന്നുള്ളൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. C1s എന്ന് പറയാൻ വെച്ചാൽ നമുക്ക് ഒറ്റ പ്രാവശ്യം കിട്ടുന്ന ആൾക്ക് റെസിപ്റ്റൻറ്റിന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്ന പുതിയ ഫീച്ചറാണ് വ്യൂ വൺസ്, അതായത് ഡിസപ്പിയറിംഗ് മെസ്സേജിൻ്റെ വേറൊരു മോഡല്. നമ്മൾ വാട്സപ്പ് കൊണ്ടുവന്ന ഡിസപ്പിയറിംഗ് മെസ്സേജ് 7 ദിവസം കഴിഞ്ഞിട്ട് ഡിസപ്പിയർ ചെയ്യണതാണ്. അതുകൊണ്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല. പക്ഷെ ഇതെന്ന് പറയാൻ വെച്ചാൽ വേറെ ലെവലാണ്. ഇത് സെൻഡ് ചെയ്യുന്ന ആൾക്കും ആ ഫയല് അവിടെ കാണില്ല, നമ്മുടെ ചാറ്റ് ഹിസ്റ്ററിയിൽ കാണില്ല. റിസീവ് ചെയ്യുന്ന ആൾക്കും അത് ചാറ്റ് ഹിസ്റ്ററിയിൽ കാണില്ല. അവിടെ വ്യൂ വൺസ് എന്നുള്ള സിമ്പിളാണ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയും ചെയ്യും. പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് അപ്പം തന്നെ അത് ഡിലീറ്റ് ആവും. പക്ഷെ ഇതിനും ഒരു ഡ്രോബാക്ക് ഉണ്ട്. അപ്പം എന്താണ് ആ പക്ഷേ ഒരു ഡ്രോബാക്കാണ്. കാരണം ഫോട്ടോ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാം, വീഡിയോ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും സ്ക്രീൻ റെക്കോർഡും ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഫോട്ടോ ആണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, വീഡിയോ ആണ്. അപ്പം നമുക്ക് വരുന്ന എല്ലാ ഫോട്ടോ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഇല്ല. പക്ഷെ എന്താ ഇതിൽ കാണിക്കും, ഇത് ആ ഒരു ഫോട്ടോ സെൻഡ് ചെയ്യുന്നത് ഫോട്ടോ നമ്മുടെ അവിടെയും കിട്ടുന്ന ആൾക്കും കാണുന്നില്ല. അതുകൊണ്ടാണ് ഇത് നമുക്ക് ആ നേരത്തെ ആദ്യം നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാനും തയ്യാറാവുകയും സ്ക്രീൻ റെക്കോർഡർ, വീഡിയോ ആണെങ്കിൽ സ്ക്രീൻ റെക്കോർഡർ എടുക്കാനും തയ്യാറാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ഒരു സംഭവം കൊണ്ട് ഒരു ഗുണം വരുന്നില്ല. പക്ഷെ വാട്സപ്പ് ചെയ്യേണ്ടത് ഇതാണ്, ജസ്റ്റ് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഓപ്ഷൻ വാട്സപ്പ് ഡിസേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ കൊണ്ടുവന്ന ഒരു അപ്ഡേറ്റിനെ കൊണ്ട് വാട്സപ്പിനെ ഗുണമുണ്ടാവുള്ളൂ. പക്ഷെ ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്, ഇത് അധികം പേര് അത് ശ്രദ്ധിക്കില്ല. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇത് ഈ വീഡിയോയുടെ കൂടെ ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം, ഇത് വാട്സപ്പ് ബീറ്റ വേർഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ചെയ്യാൻ പറ്റുക. ബീറ്റ വേർഷൻ അപ്പോൾ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, എൻ്റെ ബീറ്റ വേർഷന്. പക്ഷെ ബീറ്റ വേർഷൻ്റെ നോർമൽ വേർഷനിലേക്കും അതുപോലെ ഐഫോണിലേക്ക്, ആൻഡ്രോയിഡിൽ ഇത് വന്നിട്ടുള്ളൂ. ആൻഡ്രോയിഡിൻ്റെ ബീറ്റയിൽ മാത്രമേ വന്നുള്ളൂ. iOSൻ്റെ ബീറ്റയിലും നോർമൽ വേർഷൻ സ്റ്റേബിളിലും വന്നിട്ടില്ല. അവർക്ക് അയച്ചാലും ആ ഒരു മെസ്സേജ് അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷെ ആൻഡ്രോയിഡിൻ്റെ നോർമൽ ഇതിലും വന്നിട്ടില്ല. അപ്പം ഇങ്ങനെ വരാത്തതുകൊണ്ട് തന്നെ അത് ഈ ബീറ്റയിൽ സക്സസ് ആയാൽ മാത്രമേ എന്തുള്ളൂ, നോർമൽ വേർഷനിൽ വരും. അപ്പം എന്താണ് ബീറ്റ എന്നൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് വാട്സപ്പിൻ്റെ ഈ ഒരു ഓപ്ഷൻ എങ്ങനെ എനേബിൾ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഈ വീഡിയോൻ്റെ കൂടെയുള്ള ട്യൂട്ടോറിയൽ വീഡിയോയിലുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നേരെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പോകാം. അപ്പം നേരെ പോകല്ലേ. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ എൻ്റെ ഒരു ഫോണിൽ നിന്ന് അടുത്ത ഫോണിലേക്കാണ് ഞാൻ ഈ ഫോട്ടോ അയക്കാൻ പോണത്. പക്ഷെ അത് വൺസ് ഓപ്പൺഡ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് അത് പിന്നെ കിട്ടിയ ആൾക്കും അയച്ച ആൾക്കും ആ ഫോട്ടോ അതിൽ കാണാൻ പറ്റില്ല. ഫോട്ടോ റിസീവ് ചെയ്ത ആൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് ആ ഫോട്ടോ യൂസ് ചെയ്യാനോ വേറെ ആൾക്കോ ഫോർവേഡ് ചെയ്യാനോ പറ്റില്ല എന്ന് ഓൾറെഡി പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യത്തിൽ ഫോട്ടോ ഓപ്പൺഡ് പറഞ്ഞുള്ള മെസ്സേജ് മാത്രമല്ല. അപ്പോൾ ഇങ്ങനത്തെ ഇത് കാണുമ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന നേരത്തെ തന്നെ സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡോ ചെയ്ത് കഴിഞ്ഞാൽ
അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അത് ആദ്യമേ പറയുന്നുണ്ടോ. അപ്പോൾ അത് ഫുള്ള് സെക്യൂർഡ് അല്ല. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ഈ ഒരു ഫോട്ടോ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. അപ്പോൾ ഫോട്ടോ സെൻഡ് ചെയ്യണ നേരത്ത് ഞാൻ 2 സ്ക്രീനും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം ഫോട്ടോ ഞാൻ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഗാലറി എടുക്കുന്നു, ഈ ഒരു പിക്ചർ എടുക്കുന്നു, ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മെസ്സേജ് ഉണ്ടാവും. നമുക്ക് ഏത് ഫോണിലേക്കും നമുക്ക് വാട്സപ്പിലേക്കും സെൻഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ വാട്സപ്പിലേക്ക്. ഓക്കെ, അപ്പോൾ കണ്ടോ ഇവിടെ ഓപ്പൺഡ് ആണോ അല്ലയോ എന്നുള്ളത് കാണിക്കും. ഇവിടെ ഫോട്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പയർ ചെയ്യും. പിന്നെ ഇത് വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. ഇതൊരു അടിപൊളി അപ്ഡേറ്റ് ആണ്, പക്ഷേ അതുകൊണ്ട് വലിയ ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിന് ചെറിയൊരു മോഡിഫിക്കേഷൻസും കൂടെ അവർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്.